മംഗൾയാൻ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ISROയിലെ ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല രാജ്യത്തെ ശാസ്ത്രകുതികളായിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ജിജ്ഞാസയുടെ നിമിഷങ്ങൾ നൽകിയാണ് അവസാന ഘട്ടങ്ങൾ പൂർത്തിയാക്കിയത്. വിശദവിവരങ്ങളിലേക്ക്. സമയം രാവിലെ 6:56. ചൊവ്വ ഭ്രമണപഥത്തിലേക്കുള്ള മംഗൾയാന്റെ ദിശാമാറ്റം ആരംഭിക്കുന്നു. 180 ഡിഗ്രി ദിശ മാറാൻ സഹായിക്കുന്നത് പേടകത്തിലെ മൊമെന്റം വീൽ. 7:11 പേടകത്തിന്റെ ദിശാമാറ്റം ISRO സ്ഥിരീകരിക്കുന്നു. 7:16 നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് സൂര്യൻ മറഞ്ഞ് പേടകം ഗ്രഹണത്തിൽ. 7:31 ഏറ്റവും നിർണായക ഘട്ടം. പേടകത്തിന്റെ വേഗം കുറയ്ക്കാൻ ലാം എഞ്ചിനും മറ്റു ചെറു എഞ്ചിനുകളും പ്രവർത്തിച്ചു തുടങ്ങുന്നു. 7:46 പേടകം പൂർണ്ണമായും ചൊവ്വയുടെ നിഴലിൽ മറയുന്നു. 7:48 ലാം എഞ്ചിൻ ജ്വലനം പൂർത്തിയാകുന്നു. ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ പേടകം ഭൂമിക്ക് നേരെ തിരിയുന്നു. 7:59 ഗ്രഹണം പൂർത്തിയായി. ദൗത്യം വിജയിച്ചതായി ISRO സ്ഥിരീകരിക്കുന്നു. 8:02 പേടകത്തിൽ നിന്നുള്ള സന്ദേശം ഓസ്ട്രേലിയയിലെ കാൻബറയിൽ ലഭിക്കുന്നു. 8:05 രാജ്യം ചരിത്ര നേട്ടത്തിലേക്ക് കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. പ്രഥമ ചൊവ്വ ദൗത്യം വിജയിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുന്നു. മംഗൾയാൻ ചൊവ്വയിലെത്തിക്കഴിഞ്ഞു. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ് ചൊവ്വയിലെ വിശേഷങ്ങൾ അറിയാൻ. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്തു നിന്നും ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി.